ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS. ആചാരങ്ങൾക്ക് മാറ്റമുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നു. സർക്കാരിന് യെസ് എന്നോ നോ എന്നോ പറയാനാകാത്ത അവസ്ഥയാണെന്നും KPMS ജനറൽ സെക്രട്ടറി പുന്നില ശ്രീകുമാർ പറഞ്ഞു. പക്ഷെ സർക്കാരായതുകൊണ്ട് പുരോഗമന വീക്ഷണത്തോടു കൂടിയുള്ള ഒരു നടപടി അവർക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പുനഃപരിശോധന ഹർജികൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയരുന്ന ഒരു മുദ്രാവാക്യം NSS പറയുന്നു, തിരുത്തണം. SNDP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു, നിരാശാജനകം എന്ന് ഞാൻ അന്നേ പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്. നമുക്ക് ഈ നവോത്ഥാന സംരക്ഷണ സമിതി കൊണ്ട് വിപ്ലവം നടക്കത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിൻ്റെ പദവികൾ ഉപേക്ഷിച്ച് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെ പ്രകോപിപ്പിക്കുകയാണ്. പറയൂ, യെസ് ഓർ നോ പറയൂ എന്നാണ് പറയുന്നത്. സർക്കാരിന് ഇപ്പോൾ രണ്ടും വയ്യാത്ത അവസ്ഥയിലാണ്. യെസ് എന്നും പറയാൻ വയ്യ, നോ എന്നും പറയാൻ വയ്യ. അത് വോട്ടിൻ്റെയും സീറ്റിൻ്റെയും പ്രശ്നമാണ്, അധികാരത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ പ്രശ്നമാണ്. വിവരങ്ങളുമായി സെയ്ഫ് സൈനുലബ്ദീനൊപ്പം സിജോ വർഗീസ് എന്നിവർ ചേരുകയാണ്. സെയ്ഫിലേക്ക്. സെയ്ഫ്, നിലപാട് സർക്കാർ തിരുത്തുമെന്ന സൂചന ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു. നിയമമന്ത്രി P രാജീവിന്റെ വാക്കുകളിലുമുണ്ട്. ഇന്നിപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകളിലും ഒളിഞ്ഞുകിടക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ തിരുത്തണമെന്നാവശ്യപ്പെട്ട NSSും SNDPയും രംഗത്തുണ്ട്. എന്നാൽ നിലപാട് തിരുത്തരുത് എന്ന് KPMSന്റെ സമ്മർദ്ദം ഇപ്പോൾ സർക്കാരിന് മേലുണ്ട്. ഇതിപ്പോൾ യെസ് എന്നും നോ എന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണോ സർക്കാർ? ദിവ്യ, ഈ വിഷയത്തിൽ യെസ് എന്നോ നോ എന്നോ ഒരു ഒറ്റവാചകത്തിലുള്ള മറുപടി സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള കേസാണ്. നിയമപരമായിട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട കേസാണ്. ഭരണഘടനാപരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകേണ്ട കേസാണ്. അതിനൊപ്പം തന്നെ വൈകാരികമായ വിഷയമാണ്, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്, ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് കയറി യെസ് ഓർ നോ സംസ്ഥാന സർക്കാർ പറയാൻ തയ്യാറാകില്ല എന്നതാണ് വസ്തുത. ഇന്നലെ ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച തന്നെ ഇന്നലെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുവരെ ഞങ്ങൾ പുനഃപരിശോധനാ ഹർജിയെ പിന്തുണച്ചിരുന്നു, പുനഃപരിശോധനാ ഹർജി വേണ്ടെന്ന നിലപാടിനെ പിന്തുണച്ചിരുന്നു എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതുവരെ എന്നുള്ള വാചകമാണ് ഇതിനകത്ത് പ്രസക്തമായി വരുന്നത്. ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഈ പുനഃപരിശോധനാ ഹർജി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള സൂചന ആദ്യം തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകൻ തന്നു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നോണം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചില വാചകങ്ങൾ പറയുന്നുണ്ട്. മെനഞ്ഞാന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നടത്തുന്നത്. അന്നേരം അദ്ദേഹം പറഞ്ഞത് മാറ്റമില്ലാത്തതായി ലോകത്ത് ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ് എന്ന് അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് 1:30 നിയമമന്ത്രി P രാജീവ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അത് പരിശോധിക്കുകയല്ലേ വേണ്ടത് എന്നുള്ള വാചകം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നിലപാട് മാറ്റത്തിൻ്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് കണക്കാക്കാം. സംസ്ഥാന സർക്കാർ വിശദമായി കൂടിയാലോചന നടത്തി അതിനകത്ത് ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് നിയമമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. പിന്നീടുള്ളത് ഇനി എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. 1 മാസത്തെ സമയമുണ്ട്. 1 മാസം ദിവസങ്ങൾ ഇനി നോക്കിയാൽ 1 മാസമില്ല. എങ്കിലും ഇന്ന് ഇപ്പോൾ 17-ാം തീയതിയാണ്. അടുത്ത മാസം 14-ാം തീയതിയാണ് സംസ്ഥാന സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടത്. ഒരു 10-ാം തീയതിയോട് കൂടിയെങ്കിലും ആ നിലപാട് അറിയിക്കേണ്ടി വരും. അതിന് സംസ്ഥാന സർക്കാർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഭരണഘടനാ വിദഗ്ധരുമായി കൂടിയാലോചന നടത്തുക, അതുപോലെ തന്നെ നിയമവിദഗ്ധർ, സുപ്രീം കോടതിയിൽ തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുക, എന്നിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പഴയ നിലപാട് തന്നെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കൂടിയാലോചനകൾക്കൊന്നും ഒരു സാധ്യതയില്ലായിരുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ മതി, പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അന്ന് പൊള്ളലേറ്റത് 2019 പൊള്ളൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന് മാറിയിട്ടില്ല. ആ പൊള്ളൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ പൊള്ളൽ അങ്ങനെ തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനി പൊള്ളിയാൽ ഒന്നുമില്ലാതായി പോകും എന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ കൂടിയാലോചനകൾ നടത്തും. ആ നിലപാടിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോവുകയും ചെയ്യും. എങ്ങനെ പിന്നോട്ട് പോകും? അതാണ് പ്രസക്തമായ ചോദ്യം. അതിന് ഒരു 1-2 വഴികൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം 2007 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത്
കാലത്ത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാലിക്കപ്പെടണം, അതായത് തുല്യത, സമത്വം തുടങ്ങിയ കാര്യങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആചാരവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം തീരുമാനം കോടതി എടുക്കാൻ എന്നൊരു വാചകം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അതായിരുന്നു 2007 ആദ്യം നൽകിയ സത്യവാങ്മൂലം. 2017 ആദ്യം പിണറായി സർക്കാർ വന്നപ്പോൾ ഇതേ സത്യവാങ്മൂലം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. പിന്നീട് ഒന്ന് അത് തുറന്നങ്ങ് പറയുക, ശബരിമല സ്ത്രീ പ്രവേശനത്തെ ഞങ്ങൾ എതിർക്കുകയാണെന്ന് തുറന്നു പറയുക. ആ തുറന്നു പറച്ചിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം അങ്ങനെ ഇപ്പോൾ അനുകൂലിച്ചാലും എതിർത്താലും അതിൽ വിശദീകരണം നൽകേണ്ടി വരും.